കരുണയുടെ സ്വർഗീയ സന്ദേശം ലോകമെങ്ങുമെത്തിക്കുക ഓരോ ക്രൈസ്തവന്റെയും ദൗത്യം തന്നെയാണ്. അനന്തമായ ദൈവിക കരുണയുടെ ആൾരൂപമായി അവതരിച്ച ദൈവപുത്രനെ പ്രഘോഷിക്കുക എന്നാൽ ആ കാരുണ്യത്തെ സ്വയം ധരിക്കുകയും മറ്റുള്ളവർക്ക് മുന്നിൽ സ്വന്തം ജീവിതത്തെ ഒരു തികഞ്ഞ സാക്ഷ്യമായി അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. വേദനയുടെയും സഹനത്തിന്റെയും വെല്ലുവിളികളെ ക്രിസ്തുവിന്റെ കുരിശിനൊപ്പം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ കാൽവരിയിലേക്ക് അനുയാത്ര ചെയ്ത ചിലർ, അവരുടെ ജീവിതങ്ങൾ സ്വർഗീയ കരുണയുടെ അണയാത്ത ജീവിത സാക്ഷ്യങ്ങളാണ്. സ്നേഹിതർക്കു വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ പ്രഘോഷിച്ച ദൈവപുത്രൻ. അവിടുന്ന് ഈ ലോക ജീവിതമെന്ന നശ്വരതയുടെ പുറം കുപ്പായത്തിനുള്ളിൽ നിസ്വാർത്ഥ സ്നേഹമെന്ന ദൈവിക യാഥാർത്ഥ്യത്തെ ജ്വലിപ്പിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. അണയാത്ത ദൈവസ്നേഹത്തെ പ്രതി ഒരു മനുഷ്യൻ എത്ര ദൂരം സഞ്ചരിക്കാനാവും? അഥവാ മറ്റൊരു മനുഷ്യാത്മാവിനായി എത്രമാത്രം സ്വയം പകുത്തു നൽകുവാനാവും? താമരശ്ശേരി രൂപതാംഗമായ ഫാദർ ജിൽസൺ തയ്യിൽ എന്ന യുവ വൈദികൻ ജീവൻ നൽകി സ്നേഹിക്കുവാൻ ആഹ്വാനം നൽകിയ തൻ്റെ ഗുരുവിനോട് ചേർന്നു നിന്ന് പകുത്തു നൽകിയത് തൻ്റെ വൃക്കയാണ്. കരുണയുടെ മഹാജൂബിലി വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവികമായ പ്രേരണയോടെ നടത്തിയ ആ ഉദ്യമത്തെക്കുറിച്ച് അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. മുൻകൂട്ടി ഒരിക്കലും പദ്ധതിയിട്ടിട്ട് ഞാൻ ആർക്കെങ്കിലും കിഡ്നി നൽകാമെന്ന് വിചാരിച്ചിരുന്നൊന്നുമല്ല. എൻ്റെ സഹപാഠിയായിരുന്ന ഒരു സിസ്റ്ററിൻ്റെ കിഡ്നി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, കുടുംബാംഗങ്ങളുടെ ആരുടെയും കിഡ്നി ഫിറ്റല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ഒരു കിഡ്നി അവർക്ക് നൽകാമെന്ന് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. 2015 ജൂലൈ 30 എൻ്റെ വലിയ ഗുരുവായിരുന്ന, എനിക്ക് പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനമായിരുന്ന ജോസ് മണിമലത്തറപ്പേൽ അച്ഛൻ്റെ ചരമവാർഷിക ദിവസത്തിലാണ് ഞാൻ ഈ വാർത്ത അറിയുന്നത്. അന്ന് അച്ഛൻ്റെ ചരമവാർഷികം നടക്കുന്ന ദിവസം അച്ഛൻ്റെ ഫോട്ടോ വെച്ചിരുന്നതിന് മുൻപിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ അച്ഛൻ്റെ മുൻപിൽ നിന്നാണ് ഈ തീരുമാനമെടുത്തത്. എൻ്റെ ഒരു കിഡ്നി ഞാൻ ഈ സിസ്റ്ററിന് നൽകാം എന്നുള്ളത്. തീരുമാനിച്ച അന്ന് മുതൽ തമ്പുരാൻ്റെ വലിയ കൃപ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് എല്ലാം നടക്കുമെന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ 3-4 മാസക്കാലം ഗവൺമെൻറ്റിൻ്റെ പ്രോസസ്സുകൾ പൂർത്തിയാക്കാനും അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ പരിശോധനകൾ പൂർത്തിയാക്കാനും ഇതിനു വേണ്ട അനുമതികൾ നേടുവാനുമായിട്ട് വേണ്ടി വന്നു. ഈ കാലം അത്രയും ഒരുപാട് തവണ എറണാകുളത്തുള്ള ലിസിയ ആശുപത്രിയിൽ പോവുകയും പല ഗവൺമെൻറ് ഓഫീസുകൾ കയറിയിറങ്ങുകയും എല്ലാം ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷേ അതെല്ലാം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഒരുപാട് പരിശോധനകൾക്കൊക്കെ വിധേയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഇത്രയും വലിയ ഒരു കാര്യമാണെന്ന് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. താമരശ്ശേരി രൂപതയിലെ യുവവൈദികരിൽ പ്രവർത്തന തീഷ്ണത കൊണ്ടും ഊർജ്ജസ്വലത കൊണ്ടും മുൻനിരയിൽ നിൽക്കുന്ന ജിൽസൺ അച്ഛൻ തോട്ടുമുക്കം ഇടവകാംഗമാണ്. തയ്യിൽ TP ജോസഫിൻ്റെയും ഏലിയാമ്മയുടെയും മകനായ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചത് 2005 ഇന്ന് ചെറുപുഷ്പ മിഷൻ ലീഗ്, മാതൃവേദി, അൾത്താര ബാലസംഘം തുടങ്ങിയ സംഘടനകളുടെ രൂപത ഡയറക്ടറായിരിക്കുന്നതിന് പുറമെ രൂപതയുടെ 2 സ്കൂളുകളിൽ അധ്യാപകൻ കൂടിയാണ് ജിൽസൺ അച്ഛൻ. അഭിഷിക്ത വഴിയിൽ കേവലം 10 വർഷങ്ങൾ മാത്രം പിന്നിട്ടതിനുള്ളിൽ രൂപതയ്ക്കകത്തും പുറത്തും പ്രിയങ്കരനായി മാറിയ അദ്ദേഹം കിഡ്നി ദാനം ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ അടുപ്പമുള്ളവരിൽ ചിലരെങ്കിലും നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നതിൽ അതിശയമില്ല. എന്നാൽ ഏറെ പേരും ഒരു ദൈവനിയോഗമെന്നുൾക്കൊണ്ടുകൊണ്ട് തന്നെ പിന്തുണച്ചിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു.
ഞാൻ കിഡ്നി നൽകാനായിട്ട് തീരുമാനിച്ചപ്പോൾ എന്നെ ഒരുപാട് പേർ പിന്തുണച്ചു. അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എൻ്റെ രൂപതയുടെ അഭിവന്യ മാർ റെമീജിയൂസ് ഇഞ്ചനാനിയിൽ പിതാവായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പിന്തുണയായിരുന്നത്. പിതാവിനോട് മാത്രമാണ് ഞാൻ ആദ്യം അനുമതി ചോദിച്ചത്. പിതാവ് വലിയ മനസ്സോടുകൂടി എന്നെ ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എൻ്റെ സഹവൈദികർ ധാരാളം പേര് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതേസമയം ഒരുപാട് പേർക്ക് ഇതേക്കുറിച്ച് ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. ഒരുപാട് പേര് എൻ്റെ കൂട്ടുകാർ പോലും എന്നെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ നിന്നും വലിയ പിന്തുണയാണ് എനിക്ക് ലഭിച്ചത്. അതേസമയം തന്നെ കുടുംബാംഗങ്ങളിൽ പലരും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടും ഇത് വേണ്ട എന്ന് പറയാനുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. പക്ഷേ എന്നോട് വളരെ അടുത്ത് നിന്നിരുന്ന എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ മുന്നോട്ട് നയിക്കുകയും ഒക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ മുഴുവനും CMC സിസ്റ്റേഴ്സ് വലിയ രീതിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാനായിട്ട് CMC സിസ്റ്റേഴ്സ്, തിരുവമ്പാടി പ്രോവിൻസിലെ സിസ്റ്റേഴ്സ് ഇതിനു വേണ്ടി സഹായിച്ചിരുന്നു. തൻ്റെ സഹപാഠി കൂടിയായിരുന്ന കർമ്മലീത്ത സന്യാസിനി സിസ്റ്റർ ഗ്ലാഡിസിനാണ് ബഹുമാനപ്പെട്ട ജിൽസൺ തൈലച്ചൻ വൃക്കദാനം ചെയ്തത്. തികച്ചും ദൈവാത്മപ്രേരിതമായി അദ്ദേഹം ചെയ്യുവാൻ നിശ്ചയിച്ച ഈ കാരുണ്യ പ്രവൃത്തിയുടെ എല്ലാ ഘട്ടങ്ങളിലും ദൈവം തന്നെ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. ഒപ്പം അനേകർ പ്രാർത്ഥനാ സഹായവുമായി ഒപ്പമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം സ്മരിക്കുന്നു. അങ്ങനെ 2015 നവംബർ 30 ഞാൻ ഓപ്പറേഷന് വിധേയനാകുന്നത്. സിസ്റ്റർ ഗ്ലാഡീസും ഞാനും എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നവംബർ 28 അഡ്മിറ്റായി. 2 ദിവസം ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഓപ്പറേഷനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓപ്പറേഷന് ICUവിലോട്ട്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ സിസ്റ്ററിന് വലിയ ടെൻഷനുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു പരിപാലന, എനിക്കൊരിക്കലും ഇങ്ങനൊരു സർജറി ഉണ്ട് എന്നുള്ള വലിയ ഗൗരവതരമായിട്ടുള്ള ഒരു ചിന്തയോ ഒരു ഉത്കണ്ഠയോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ രാവിലെ കയറി ഓപ്പറേഷൻ്റെ സമയത്ത് ധാരാളം പേര് പ്രാർത്ഥിച്ചിരുന്നു. എല്ലാ ഇടങ്ങളിലും രൂപതയിൽ നിന്ന് അഭിവന്യ പിതാവ് അറിയിപ്പ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് അവരുടെ എല്ലാ മഠങ്ങളിലും അറിയിപ്പ് കൊടുത്തിരുന്നു. എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന താമരശ്ശേരി രൂപതയിലെ മിഷൻ ലീഗിലെ അംഗങ്ങളായ കുട്ടികളുമെല്ലാം ഒരുപാട് പേര് എനിക്ക് വേണ്ടി ഓരോ ഇടവകളിലും പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളുടെ ഓപ്പറേഷൻ വിജയകരമായിട്ട് നടക്കാൻ. ഞങ്ങളുടെ ഓപ്പറേഷൻ്റെ സമയത്ത് മുഴുവൻ ഞങ്ങളുടെ രൂപതയിലെ വികാരി ജനറലായിരുന്ന ജോൺ അറവങ്കരയച്ചൻ ലിസി ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ പോയി നിത്യാരാധന നടത്തുകയായിരുന്നു. ഈ ദിവസം മുഴുവനും ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു ജിൽസൺ തൈലച്ചൻ്റെയും സിസ്റ്റർ ഗ്ലാഡിസിൻ്റെയും അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ഇത്തരം ശസ്ത്രക്രിയകളിൽ അപകട സാധ്യതകൾ തീരെയില്ലെന്ന് പറയുവാനാവില്ലെങ്കിലും വിധേയരാകുന്നവർക്ക് താരതമ്യേന അനായാസേന അതിജീവിക്കുവാൻ കഴിയുന്ന ശസ്ത്രക്രിയാ ഘട്ടങ്ങൾ പക്ഷേ ജിൽസൺ അച്ഛന് പതിവിന് വിരുദ്ധമായി വേദനാജനകമായി മാറി. വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം ഹോസ്പിറ്റലിൽ കഴിയേണ്ടതിന് പകരം 2 ആഴ്ച അദ്ദേഹം അവിടെ തുടരേണ്ടി വന്നു. അപ്രതീക്ഷിതമായി കടന്നുവന്ന ഏറെ വേദനകൾ അദ്ദേഹം സഹിച്ചത് ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിന്നായിരുന്നതിനാൽ ദൈവം ആ വേദനകളെയെല്ലാം കൃപകളാക്കി മാറ്റുകയായിരുന്നു. ഒരുപക്ഷേ അതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഓപ്പറേഷൻ 4-5 മണിക്കൂറോളം സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. 3 മണി കഴിഞ്ഞ ശേഷമാണ് ഡോക്ടർ എന്നെ വിളിച്ചുണർത്തിയത്. വിളിച്ചുണർത്തുമ്പോൾ ഡോക്ടർ എന്നോട് നീട്ടി ശ്വാസം എടുക്കാൻ പറഞ്ഞു. ഞാൻ നീട്ടി ശ്വാസം എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ വേദനയുണ്ടായിരുന്നു. അപ്പോൾ വേദന കാരണം എനിക്ക് സഹിക്കാൻ പറ്റാതെ വീണ്ടും ഞാൻ മയങ്ങിപ്പോയി. അപ്പോൾ മയങ്ങിപ്പോയപ്പോൾ എൻ്റെ ധാരണ ഞാൻ മരിച്ചുപോയെന്ന, ഓപ്പറേഷനിൽ എന്തോ പറ്റി. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വപ്നം കാണുന്നതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരായ ആരെങ്കിലുമൊക്കെ മരിച്ചുപോയവരെയൊക്കെ ആയിരുന്നു. അപ്പം എന്തോ ഓപ്പറേഷനിൽ എന്തോ പറ്റി ഞാനും മരിച്ചുപോയി കാണുമെന്നുള്ളൊരു ധാരണയാണ് എൻ്റെ മനസ്സിലുള്ളത്.
പക്ഷെ സന്ധ്യയോടുകൂടി വീണ്ടും എന്നെ വിളിച്ചുണർത്തി. അപ്പോൾ ഞാൻ എന്തോ രണ്ടാം ജന്മം കിട്ടിയതുപോലെയാണ് ഞാൻ കണ്ണു തുറന്ന് വരുന്നത്. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഓപ്പറേഷൻ തന്നെ വലിയ ഒരു ദൈവാനുഗ്രഹമായിരുന്നു. കാരണം സാധാരണഗതിയിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി കഴിഞ്ഞാൽ കിഡ്നി സ്വീകരിച്ചയാളുടെ ബോഡിയിലേക്ക് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങണമെങ്കിൽ ഏതാനും ദിവസങ്ങൾ വരെയും എടുക്കാം. പക്ഷേ ഞങ്ങളുടെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, കിഡ്നി സ്വീകരിച്ച വ്യക്തി സിസ്റ്റർ 18ാമത്തെ മിനിറ്റിൽ സിസ്റ്ററിൻ്റെ ശരീരത്തിൽ എൻ്റെ കിഡ്നി പ്രവർത്തിച്ചു തുടങ്ങിയെന്ന്. അത് വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു, വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എല്ലാ പദ്ധതികളും തമ്പുരാൻ അതിനു വേണ്ടിയിട്ട് ഒരുക്കി എന്നുള്ളത്. അതുപോലെ തന്നെ വൈകുന്നേരം ഞാൻ ബോധം തെളിയുമ്പോൾ എൻ്റെ അപ്പച്ചനാണ് എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നത്. പപ്പായെ ഞാൻ പെട്ടെന്ന് ആ ഒരു ആകാംക്ഷയിൽ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ പപ്പായുടെ കണ്ണ് നിറയുന്നത് ഞാൻ അന്നേരം കണ്ടു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇഷ്ടമുള്ളവരെയൊക്കെ കാണാനായിട്ടുള്ള വലിയൊരു വെമ്പലായിരുന്നു ആ സമയത്തെല്ലാം. അത് കഴിഞ്ഞ് 2 ആഴ്ച കാലം ആശുപത്രിയിൽ കിടന്നു. ഓപ്പറേഷൻ നടത്തുമ്പോൾ കീ ഹോൾ സർജറി വഴി എൻ്റെ കിഡ്നി എടുക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഓപ്പൺ സർജറിയാണ് ചെയ്തത്. റിബൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ 2 ആഴ്ച കാലം എനിക്ക് വലിയ പെയിനും ഉണ്ടായിരുന്നു. ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ ഉണ്ടായതുകൊണ്ട് വൂണ്ട് വീണ്ടും റീഓപ്പൺ ചെയ്തു. പക്ഷേ ആ ഒരു വേദനയൊന്നും എനിക്ക് അപ്പോൾ ഒരിക്കലും തോന്നിയിരുന്നില്ല. വലിയൊരു ഗ്രേസ് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. താമരശ്ശേരി രൂപതയിലെ സിബി പുളിക്കലച്ചൻ ആലുവ സെമിനാരിയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ICUവിൽ വന്ന് എന്നെ സന്ദർശിക്കാൻ വരുമ്പോൾ പറയുമായിരുന്നു, അച്ഛൻ്റെ മുഖത്ത് വലിയൊരു ഗ്രേസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കൃപയുടെ ദിവസങ്ങളായിരുന്നു ഈ ആശുപത്രിയിൽ കിടന്ന ദിവസങ്ങൾ. പിന്നീട് ഏകദേശം 2-2.5 മാസക്കാലത്തോളം ഞാൻ വിശ്രമ ജീവിതം നയിച്ചു. തുടർന്ന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് എൻ്റെ സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു വന്നു. ആരോഗ്യപരമായ ഒരു കുഴപ്പങ്ങളുമില്ലാതെ തമ്പുരാൻ എന്നെ സംരക്ഷിച്ചു. അതിനേക്കാളൊക്കെ ഉപരിയായി എന്നെ ഒരുപാട് സന്തോഷവും എൻ്റെ ഉള്ളിൽ ഒരുപാട് കൃതജ്ഞതയും നൽകുന്ന ഒരു കാര്യമാണ്, ഒരു ആത്മസംതൃപ്തി നൽകുന്ന കാര്യമാണ് എൻ്റെ കിഡ്നി സ്വീകരിച്ച സിസ്റ്റർ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുവെന്നുള്ളത്. ഇന്ന് കേരള സഭയിൽ തന്നെ ക്രിസ്തീയമായ നിസ്വാർത്ഥ സ്നേഹത്തെ പ്രതി അവയവദാനം ചെയ്ത ഏറെ വൈദികരും സന്യസ്തരും അനേകം വിശ്വാസികളുമുണ്ട്. സ്വാർത്ഥതയുടെ ഇരുണ്ട കാലങ്ങളിൽ അകപ്പെട്ട് മുങ്ങിത്താഴുന്ന ഒരു വലിയ ലോകത്തിന് മുഴുവൻ അനന്തമായ ദൈവിക കരുണയുടെ സാക്ഷ്യം കൂടിയാണ്. കുടുംബ ബന്ധങ്ങളും ജീവനും നിലനിർത്തുന്നതിനായുള്ള ഒരു കച്ചിത്തുരുമ്പിനായി കേഴുന്ന അനേകർക്ക് സ്വന്തം ആരോഗ്യത്തെയും ജീവനെ തന്നെയും തൃണവദ്ഗണിച്ചുകൊണ്ട് കുരിശിൽ ക്രിസ്തു കാണിച്ചു തന്ന മഹത്തായ മാതൃകയെ പിൻചെന്ന് കൈത്താങ്ങാകുവാൻ കഴിയുമ്പോൾ അത് വലിയൊരു വിശ്വാസ പ്രഘോഷണമായി മാറുന്നു. കേരള സഭയിൽ നിന്നും ഇതിനകം 15ഓളം വൈദികർ അവരുടെ കിഡ്നി ദാനം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ അടുത്ത കാലത്ത് പാലാരൂപതയിലെ സഹായമെത്രാനായ ജേക്കബ് മുരിക്കൻ പിതാവ് തൻ്റെ കിഡ്നി ദാനം ചെയ്തു. ഒരുപാട് അൽമായരും കന്യാസ്ത്രീകളും തങ്ങളുടെ കിഡ്നി അവയവദാനത്തിന് വേണ്ടിയിട്ട് നല്ല മനസ്സോടുകൂടി മുൻപോട്ട് കടന്നു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും അധികം കിഡ്നി ദാനം ചെയ്യുന്നത് ക്രിസ്തീയ സമുദായത്തിനിടയിലെ ആളുകളുടെ ഇടയിൽ നിന്നാണ്. തീർച്ചയായും ക്രിസ്തുവിൻ്റെ കൊടുക്കുക എന്ന വലിയ ഒരു മനോഭാവം നമ്മുടെ ആളുകളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തിയതുകൊണ്ട് അവരതിലേക്ക് നല്ല മനസ്സോടുകൂടി കടന്നു വരുന്നു എന്നുള്ളത് സത്യമാണ്. അവയവദാനത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്നവരുണ്ട്. എന്നോട് തന്നെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരുമുണ്ട്. അവയവദാനത്തെക്കുറിച്ച് ചിലർ അവനവന് തമ്പുരാൻ നൽകിയിരിക്കുന്ന അവയവം അത് അവനവന് വേണ്ടിയിട്ടുള്ളതാണ്, അത് അവനവൻ്റെ ആയുസ് മുഴുവൻ അത് ജീവിച്ചു തീർക്കും എന്ന ആശയം എന്നോട് പങ്കുവച്ചിട്ടുള്ളവരുണ്ട്. പക്ഷേ തമ്പുരാൻ്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ സ്വന്തം ജീവൻ പോലും മറ്റുള്ളവന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്നതിലാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പഠിപ്പിച്ച ഈശോയുടെ ആ വലിയ ആശയത്തോട് യോജിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു അപകടം വരുത്താതെ നമ്മുടെ ജീവൻ്റെ മൂല്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ജീവൻ സംരക്ഷിക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ കരുണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു പ്രിൻസിപ്പിൾ എൻ്റെ ഉള്ളിൽ സ്വാധീനം ചെലുത്തിയത് കൊണ്ട് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ച ഒരാശയങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വില ഞാൻ കൽപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കരുണയുടെ ഏറ്റവും വലിയ മുഖമെന്ന് പറയുന്നത്
സ്വന്തം ജീവൻ പോലും കൊടുക്കാനായിട്ട് തയ്യാറായ ഒരു തമ്പുരാൻ്റെ മക്കൾ എന്ന നിലയ്ക്ക് സ്വന്തം ജീവിതത്തിൽ നിന്ന്, സ്വന്തം ആരോഗ്യത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായി പകുത്തു നൽകുവാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വൃക്കദാനം ചെയ്യുന്നതിനെക്കുറിച്ച് അനേകർ ഇന്നും ചില ആശങ്കകൾ വെച്ചു പുലർത്തുന്നുണ്ട്. അശാസ്ത്രീയമെന്നോ ദൈവം ആഗ്രഹിക്കാത്തതെന്നോ ഉള്ള വിലയിരുത്തലുകളുമുണ്ട്. ദാതാവിൻ്റെ ജീവന് ഭീഷണി ഉയർത്തിയേക്കാം എന്നതിനാൽ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയാത്തത് എന്ന അഭിപ്രായങ്ങളുമുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറമുള്ള ക്രിസ്തീയ സ്നേഹത്തെ പ്രതി മാനുഷികവും ഭൗതികവുമായ വിമർശനങ്ങളെയെല്ലാം തള്ളിക്കളയുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ചില മറുവശങ്ങൾ കൂടി ബഹുമാനപ്പെട്ട ജിൽസൺ അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വൃക്കദാനം ചെയ്യുന്നതിൽ റിസ്കുകൾ ഉണ്ട് എന്നും ഇല്ല എന്നും അഭിപ്രായം പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. റിസ്കുകൾ ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ അല്പം റിസ്കുകളൊക്കെ വൃക്കദാനം ചെയ്യുന്ന കാര്യത്തിലുണ്ട്. ആരോഗ്യപരമായ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ചെറിയ തരത്തിലുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം എന്ന് ഞാനും മനസ്സിലാക്കുന്നു. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ അതിനുവേണ്ടി മനസ്സ് കാണിക്കുമ്പോൾ, എനിക്ക് റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോൾ തന്നെ അതിൽ മനസ്സ് കാണിക്കുമ്പോഴാണ് അത് വലിയ പുണ്യമാകുന്നത്, വലിയ കരുണയാകുന്നതെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഒരു റിസ്ക്കും എടുക്കാതെ ആരെയും സഹായിക്കാനായിട്ട് സാധിക്കുന്നതിൽ അത് വലിയൊരു തമ്പുരാൻ്റെ കരുണയിലേക്ക് എത്രമാത്രം അതിൽ വലിയൊരു എൻട്രി ഉണ്ട് എന്നെനിക്ക് സംശയമുണ്ട്. സ്വന്തം ജീവിതത്തിൽ റിസ്ക് ഉണ്ടാകുമ്പോൾ തന്നെയാണ് അത് ഈശോയുടെ ആശയത്തോട് കൂടുതൽ യോജിക്കുകയും ഈശോ പഠിപ്പിച്ച വഴികളോട് കൂടുതൽ യോജിക്കുകയും ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈദ്യശാസ്ത്ര പ്രകാരം പൂർണ്ണമായി റിസ്ക് ഇല്ലാത്ത ഒരു കാര്യമല്ല അവയവദാനം. റിസ്കുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് വൈദ്യശാസ്ത്രം ഇതിനുവേണ്ടി ഒരുപാട് പരിശോധനകൾ സ്വീകർത്താവിനും അതിനേക്കാൾ കൂടുതൽ കിഡ്നി ദാനം ചെയ്യുന്നയാൾക്കും ധാരാളം പരിശോധനകൾ വെച്ചിരിക്കുന്നത്. ഈ പരിശോധനകൾ മുഴുവൻ പൂർത്തിയാക്കി പരമാവധി റിസ്ക് ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് വൈദ്യശാസ്ത്രം ഈ സർജറിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരെയും വിധേയമാക്കുന്നത്. അത് വിധേയമാക്കുമ്പോഴും 100% റിസ്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ന ഉറപ്പിലല്ല ഒരു ഡോക്ടർമാരും ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ ഓപ്പറേഷനിൽ റിസ്ക് ഉണ്ടാവാം. ഓപ്പറേഷന് ശേഷം സ്വീകർത്താവിനും അതുപോലെ ദാനം ചെയ്യുന്ന വ്യക്തിക്കും റിസ്കുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മുറിവ് ഉണങ്ങണം, അതുപോലെ തന്നെ ഓപ്പറേഷനെ തുടർന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാതെ വലിയ ശ്രദ്ധ നൽകണം. അതുപോലെ തന്നെ കിഡ്നി ദാനം ചെയ്യുന്നയാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു കിഡ്നി ഉള്ളതിനെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് മനസ്സ് കാണിക്കണം. ഒരുപക്ഷെ ക്രിയാറ്റിനും യൂറിക് ആസിഡും ഒക്കെ കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭക്ഷണ രീതികളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടി വരും. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്. ചിലപ്പോൾ ഇടയ്ക്ക് പരിശോധനയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തണം. അതുപോലെ തന്നെ ക്രിയാറ്റിനും യൂറിക് ആസിഡും ഒക്കെ കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണ രീതികൾ ക്രമീകരിക്കണം. ഇങ്ങനെയുള്ള റിസ്കുകളൊക്കെ കൊടുക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തീർച്ചയായിട്ടുമുണ്ട്. സ്വീകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ റിസ്കുകളുണ്ട്. സ്വീകർത്താവിന് ഈ കിഡ്നി സ്വീകരിച്ച വ്യക്തിക്ക് ഈ കിഡ്നി സ്വീകരിച്ച കിഡ്നിയുടെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് വലിയ ശ്രദ്ധ വേണം. ഒരു തരത്തിലുള്ള ഇൻഫെക്ഷനും ഉണ്ടാവാതിരിക്കാനായിട്ട് ഏറ്റവും വലിയ ശ്രദ്ധ തന്നെ വേണം. ഡോക്ടേഴ്സ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരാളുടെ ശരീരത്തിൽ നിന്നുള്ള ഒരവയവവും നമ്മുടെ ശരീരം ഒരിക്കലും സ്വീകരിക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ ഒരു കിഡ്നി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കിഡ്നിയെ പുറന്തള്ളാനായിട്ടുള്ള പ്രവണത നമ്മുടെ ശരീരം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ സ്വീകർത്താവ് ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതിനുവേണ്ടി കഴിക്കുന്ന ടാബ്ലറ്റിന് ഒരു ദിവസത്തെ ആയുസ്സേ ഉള്ളൂ. ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ മരുന്ന് കഴിച്ച് മരണം വരെയും ഈ കിഡ്നിയെ നിലനിർത്തുക എന്നുള്ളത് സ്വീകർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ റിസ്ക് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഏത് ഫോറിൻ അവയവത്തെയും പ്രതിരോധിക്കുവാനായിട്ടുള്ള ഒരു പ്രവണത ശരീരം കാണിക്കും. അതുകൊണ്ട് ഈ കിഡ്നി സ്വീകരിക്കുന്ന ആളുകൾ തങ്ങളുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് കഴിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റു രോഗങ്ങൾ ഇവരെ പെട്ടെന്ന് മറ്റു രോഗങ്ങൾ പിടിപെടാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് മറ്റു മെഡിസിനും കഴിക്കുന്നുണ്ട്. എങ്കിലും ഇവർ പരമാവധി രോഗസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി ജീവിക്കുകയും പരമാവധി പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്.
അങ്ങനെ വരുമ്പോൾ സ്വീകർത്താവിനെ സംബന്ധിച്ചും ദാതാവിനെ സംബന്ധിച്ചും ഇതിൽ ഏതാനും റിസ്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ റിസ്കുകളെ പോലും അതിജീവിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നിടത്താണ് ഈശോയുടെ കരുണയ്ക്ക് കൂടുതൽ അർത്ഥം ഈ ലോകത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ലോകത്തിൽ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഒരുപാട് പേര് അവയവദാനത്തിന് മുന്നോട്ട് കടന്നു വരുന്നു. അത് മുഴുവനും തമ്പുരാൻ്റെ കരുണയുടേതാണ്. തമ്പുരാൻ്റെ കരുണയുടെ പ്രവൃത്തിയാണെങ്കിൽ തീർച്ചയായും അതിൽ തമ്പുരാൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്നുള്ളതും തീർച്ചയാണ്. അവയവദാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച്. ഒന്ന്, മലയാളികളുടെ ധീരമായ ഒരു മനസ്സാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത്, തമ്പുരാൻ്റെ വലിയ ആ കൃപ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ക്രിസ്തീയ ചൈതന്യം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രചോദനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണിക്കാനായി അവയവദാനത്തിനായി മുന്നോട്ട് വരുന്ന ഓരോ വ്യക്തികൾക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തികഞ്ഞ ആത്മീയ ബോധ്യങ്ങളുടെ പിൻബലത്തിൽ തൻ്റെ യൗവനത്തിൽ തന്നെ ഇത്തരമൊരു വലിയ തീരുമാനം കൈക്കൊണ്ടു എന്നത് തന്നെയാണ് ഈ വൈദികനെ മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായ ഒരു മാതൃകയാക്കി തീർക്കുന്നത്. ഈ വലിയ തീരുമാനത്തിനും അതിനായി അദ്ദേഹം ഏറ്റെടുത്ത സഹനത്തിനും മീതെ എന്നും നിലനിന്നിരുന്ന വലിയ ദൈവിക സംരക്ഷണയ്ക്ക് വ്യക്തമായ അടയാളങ്ങൾ എല്ലായ്പ്പോഴും നൽകപ്പെട്ടിരുന്നു. കരുണയുടെ ഈ വിശുദ്ധ വത്സരത്തിൽ ഉപാധികളില്ലാതെ കരുണയുടെ കരങ്ങളായി മാറുവാനും അനന്തമായൊഴുകുന്ന ദൈവകൃപയ്ക്ക് അവകാശികളായി തീരുവാനും ഈ അനുഭവങ്ങൾ നമുക്കും പ്രചോദനം പകരട്ടെ.